താമരശ്ശേരിയിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 62കാരൻ പിടിയിൽ. കുട്ടിയുടെ അയൽവാസിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 മാസം മുൻപ് വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന കാര്യം പുറത്തറിയുന്നത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 62കാരന്റെ DNA പരിശോധന നടത്തിയ ശേഷമാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വീടിനടുത്തുള്ള പറമ്പിൽ പെൺകുട്ടി കളിക്കാനെത്തിയപ്പോഴാണ് പീഡനം നടന്നത്. കാമുകന്റെ സഹായത്തോടെ യുവതി ഭർത്താവിനെ കൊലപ്പെടുത്തി, മൃതദേഹം കത്തിച്ചു. കൊപ്പിൽ താലൂക്കിലെ ബൂഡാഗുംബ ഗ്രാമത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. ഡയമണ്ണ വജ്രബദ്ധിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭാര്യ നേത്രാവതി, കാമുകന് സോമപ്പ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ആഴ്ച ആദ്യം ഒരാളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഭവം പുറത്തുവരുന്നത്. പ്രതികൾ തമ്മിലുള്ള വിവാഹേതര ബന്ധത്തിന്റെ ഫലമായാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡയമണ്ണയെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയി ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. തുടർന്ന് മൃതദേഹം ബൈക്കിൽ 6 കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ലൈംഗിക അതിക്രമ പരാതി. ഇടത് അനുകൂല കോളേജ് അധ്യാപക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റിനെതിരെ കേസ്. നിലവിൽ എറണാകുളം മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ജിനീഷ് PS-നെതിരെയാണ് കേസ്. വടകര മടപ്പള്ളി കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോഴാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. മടപ്പള്ളി കോളേജിൽ വിദ്യാർത്ഥിനിയായിരിക്കെ അധ്യാപകരിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈയിടെ തുറന്നു പറച്ചിൽ നടത്തിയ യുവതി തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇടതനുകൂല കോളേജ് അധ്യാപക സംഘടനയായ AKGCTയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന ജിനീഷ് PS-ന് അടുത്ത കാലത്താണ് മഹാരാജാസിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചത്. കാട്ടിൽ യുവാവിനെ അവശനിലയിൽ കണ്ടെത്തിയ സംഭവം ജീവനോടെ കുഴിച്ചു മൂടാൻ എത്തിച്ചത്. ബറേലിയിലെ ഇസ്നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന രാജീവ് എന്നയാളെയാണ് കൈകാലുകൾ ഒടിഞ്ഞ നിലയിൽ കാട്ടിൽ കണ്ടെത്തിയത്. ഭർത്താവിനെ കൊല്ലാൻ ഭാര്യയും സഹോദരങ്ങളും ചേർന്ന് കൊട്ടേഷൻ നൽകിയതായാണ് കണ്ടെത്തൽ. സ്ഥലത്തെ ഒരു ഡോക്ടറുടെ സഹായിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. ഭാര്യ സാധനയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് രാജീവിന്റെ ആരോപണം. ഭഗവാൻ ദാസ്, പ്രേംരാജ്, ഹരീഷ്, ലക്ഷ്മൺ എന്നിവരുൾപ്പെടെയുള്ള 5 സഹോദരങ്ങളെ കൂട്ടുപിടിച്ച് കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കുകയും ചെയ്തു. 11 പേർ ചേർന്നാണ് രാജീവിനെ വീട്ടിൽ വെച്ച് ആക്രമിച്ചത്. കൈയും 2 കാലുകളും ഒടിച്ചു. ജീവനോടെ കുഴിച്ചിടാനായിരുന്നു പദ്ധതിയിട്ടത്. കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുഴിയെടുക്കുകയും ചെയ്തു. എന്നാൽ അവരെ അവിടെ വെച്ച് ഒരു അപരിചിതൻ കണ്ടതിനാൽ പദ്ധതി ഉപേക്ഷിച്ച് ഓടിപ്പോവുകയായിരുന്നു. അപരിചിതനാണ് രാജീവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കോടനാട് വയോധികയുടെ കൊലപാതകത്തിൽ 24കാരനായ അയൽവാസി അറസ്റ്റിൽ. എറണാകുളം കോടനാട് തോട്ടുവയലിൽ വയോധികയെ കൊലപ്പെടുത്തിയത് അയൽവാസിയായ യുവാവെന്ന് തെളിഞ്ഞു. 84 വയസ്സുകാരിയായ അന്നമ്മയെ തേങ്ങ എറിഞ്ഞു വീഴ്ത്തിയ ശേഷം ശ്വാസം മുട്ടിച്ചു കൊന്നെന്നാണ് അയൽവാസിയായ 24കാരൻ അദ്വൈതിന്റെ കുറ്റസമ്മതമൊഴി. കൊലപാതക ശേഷം ഒളിവിൽ പോയ അദ്വൈതിനെ കർണാടകയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ സ്വദേശിയായ അഭിഭാഷകന്റെ പുരയിടം സൂക്ഷിപ്പുകാരിയായിരുന്നു അന്നമ്മ. ആ പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അന്നമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നതിനാൽ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. ഇതോടെയാണ് അന്നമ്മയുടെ മരണത്തിന് പിന്നാലെ നാടുവിട്ടുപോയ അദ്വൈത് ഷിബുവിലേക്ക് പോലീസ് എത്തിയത്. തന്റെ അമ്മയെ വഴക്ക് പറഞ്ഞതിലുള്ള വൈരാഗ്യവും തന്റെ സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് അന്നമ്മയെ ആക്രമിക്കാൻ കാരണമായതെന്ന് അദ്വൈത് പോലീസിനോട് പറഞ്ഞു. ഗർഭിണിയായ യുവതിയെ ഭർത്താവ് ക്രൂരമായി കുത്തിക്കൊന്നു. ഉത്തർപ്രദേശിലെ അംഫേരിയിലാണ് സംഭവം. സ്വപ്ന എന്ന യുവതിയെയാണ് ഭർത്താവ് രവിശങ്കർ കൊലപ്പെടുത്തിയത്. 7 മാസം ഗർഭിണിയായിരുന്നു സ്വപ്ന. കൊലപാതകത്തിന് ശേഷം ഇയാൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. ഈ വർഷം ജനുവരിയിലാണ് സ്വപ്നയും രവിശങ്കറും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. എന്നാൽ ദമ്പതികൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടതോടെ യുവതി അംഫേരിയിലെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അംഫേരിയയിലെ വീട്ടിലെത്തിയ രവി ഭാര്യയോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് മുറിയിലേക്ക് പോവുകയും വാതിലടയ്ക്കുകയുമായിരുന്നു. പിന്നീട് യുവതിയുടെ നിലവിളി കേട്ടതോടെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി വാതിൽ തുറന്നപ്പോഴാണ് കൊലപാതകത്തിന്റെ ചിത്രം വ്യക്തമായത്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. മരിച്ച ശേഷവും 1-ലധികം തവണ കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറി 9 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. കൊട്ടാരക്കര കുളക്കട സ്വദേശി 39കാരൻ രാജേഷാണ് അറസ്റ്റിലായത്.
വീട്ടിൽ ആരുമില്ലാത്ത സമയം സ്കൂട്ടറിലെത്തിയ രാജേഷ് അതിക്രമിച്ചു കയറി കുട്ടിയെ കടന്നു പിടിച്ച് ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടിയുടെ മൊഴി പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ സ്കൂൾ വിട്ടു പോവുകയായിരുന്ന 12-കാരിയെ പീഡിപ്പിച്ച ഓട്ടോ ഡ്രൈവർ പിടിയിൽ. പുഞ്ചക്കാട് സ്വദേശി ജയേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി നഗരത്തിലെ ക്വാർട്ടേഴ്സിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.